സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നെല്ലിപ്പലകയുടെ വീഡിയോ ആണ്. ക്ഷമയുടെ നെല്ലിപ്പലക. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് കാറളം എന്നൊരു ദേശമുണ്ട്. അവിടെ 1000 നെല്ലിപ്പലക പണിത തറവാട്ടിലെ കാരണവർ ബാലൻ ആചാരി, അദ്ദേഹത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. കാലാകാലങ്ങളായി തലമുറകളായി നെല്ലിപ്പലക പണിയുന്ന തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവരാണ്. 95 വയസ്സുണ്ട് അദ്ദേഹത്തിന്. നമുക്ക് അദ്ദേഹത്തെ ഇന്ന് പരിചയപ്പെടാം. ബാലൻ ആചാരി 1000 നെല്ലിപ്പലകകൾ പണിത പാരമ്പര്യമുള്ള ബാലൻ ആചാരി എന്ന 95 വയസ്സ് പ്രായമുള്ള ആ മഹത് വ്യക്തി, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. അച്ഛൻ എത്ര കാലമായി നെല്ലിപ്പലക പണി തുടങ്ങിയിട്ട്? നെല്ലിപ്പലക പണി തുടങ്ങിയിട്ട് എത്ര കാലമായി? 55 കൊല്ലമായിട്ടുണ്ട് അല്ലേ? ആ. എത്ര നെല്ലിപ്പലക പണിതുണ്ടാവും? എത്രത്തോളം നെല്ലിപ്പലകകൾ പണിതിട്ടുണ്ടാവും? അത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ. ഇപ്പൊ പണിയൊക്കെ ചെയ്യുന്നുണ്ടോ? അത്യാവശ്യം പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നേ? എന്തൊക്കെ പണികളാ ചെയ്യുന്നേ? എന്ത് പണി ചെയ്യും? കൈക്കോട്ടിൻ്റെതായ കാര്യങ്ങളൊക്കെയാണ് അല്ലേ? തായ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ദൂരത്തേക്ക് വരെ തായ കൊണ്ട് കൊണ്ടുപോകാറുണ്ട്. അച്ഛൻ എന്തൊക്കെ പണികളാ ചെയ്തിരുന്ന കൊണ്ട്? അക്രമണി, കരിപ്പണി, ഈ പാടത്തൊക്കെ ചെയ്യുന്നു അല്ലേ? ഈ വെള്ളമൊക്കെ തേവാൻ ഉപയോഗിക്കുന്ന ചക്രം കാര്യങ്ങള്. കന്നാലി. അപ്പൊ ഈ മറ്റേ കന്നാലികളൊക്കെ വെച്ച് മൂലിയൊക്കെ വെച്ചിട്ട് മൂലിനെ കൊണ്ടുവന്നല്ലേ? മോട്ടർ കാര്യങ്ങളൊക്കെ ഈ നിലപ്പാടത്ത് കൃഷിയുടെ കാര്യങ്ങൾ അല്ലേ? ഈ മറ്റേ കലപ്പയാ? കലപ്പന്നല്ല, അങ്ങനെ എന്തല്ല പറയാ? ഈ പാടം ഉഴുതാനായിട്ടോ? പാടം ഉഴുത് മറിക്കാനായിട്ട് കന്നാലിയൊക്കെ ഉണ്ട്. കരിപ്പല്ലേ? അപ്പൊ അച്ഛൻ പണ്ടുകാലം മുതലേ ഈ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ. ഇവിടെ ചുറ്റുപാടും പാടം കാര്യങ്ങളും കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് കൂടുതൽ ഇവിടെ ചെയ്തിരുന്നത്. ഇപ്പൊ 95 വയസ്സായിരുന്നു. ഞാനിപ്പോ വന്നപ്പോ കണ്ടു, ഒരു കുഴപ്പമൊന്നുമില്ല, വയ്യായൊന്നുമില്ല, പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ നെല്ലിപ്പലക ഇപ്പൊ ഉടനെ പണത് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് കിണറ്റിനുള്ളിലേക്കുള്ളതാണ് അല്ലേ? നെല്ലിപ്പലക കിണറ്റിന്റെ ഉള്ളിലാണ് ഇറക്കുക അല്ലേ? അന്നൊക്കെ കല്ലിയെത്തി പണിയുന്ന 3, 2, 4, 5, 2 നെല്ലിപ്പലക അളവുകളാണ് അല്ലേ? എന്തിനാ കൂടുതൽ ഉപയോഗിക്കുക നെല്ലിപ്പലക? നെല്ലിപ്പലക എന്തിനാണ് ഉപയോഗിക്കുന്നത്? കിണറ്റിലിടുന്നത്? നെല്ലിന് അല്ല, കിണറ്റില് എന്തിനാണ് നെല്ലിപ്പലക ഇടുന്നതെന്ന്?
അത് കൽപ്പണിക്കാരുണ്ട്. കൽപ്പണിക്കാരുണ്ട്. അത് വെച്ചു കൊടുക്കാൻ പോകും. കണക്കിൽ ഇറങ്ങിയിട്ടുണ്ടോ അച്ഛൻ? അപ്പോൾ കണക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താ നെല്ലിപ്പലയുടെ ഉപയോഗങ്ങൾ എന്താ? നെല്ലിപ്പലയുടെ ഗുണങ്ങൾ എന്താ? വെള്ളം വെള്ളം നന്നായിരിക്കും. ഇത് കണക്കിലിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കേടാവില്ല. വേറെന്താ വേറെന്താ ഗുണങ്ങള് നെല്ലിപ്പലകയുടെ? വെള്ളത്തിന് തണവുണ്ടാവും, മധുരം ഉണ്ടാവും അല്ലേ? രുചിക്ക് വ്യത്യാസം ഉണ്ടാവും. ബാലനാചാര്യയെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. പ്രായത്തിൻ്റെതായ ചെറിയ വിഷമതകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അറിയാം. അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹം ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് മറ്റു വിവരങ്ങൾ ചോദിച്ചറിയാം. അച്ഛൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് പണ്ട് കാലത്ത്? അച്ഛൻ എല്ലാം വർക്ക് ചെയ്ത് തുടങ്ങും. എല്ലാം വീടിൻ്റെ വർക്കുകൾ, ക്ഷേത്രത്തിൻ്റെ വർക്കുകൾ, പിന്നെ പാടത്തേക്കുള്ള ചക്രം, കരി, അങ്ങനെ ഒരു രക്ഷകനാണ് സത്യം പറയാൻ വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോഴും ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. വയസ്സ് 96 ഇപ്പോഴും അത്യാവശ്യം പണികളൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര വർഷമായി നെല്ലിപ്പലക പണി ആരംഭിച്ചിട്ട്? ചുരുങ്ങിയൊരു 100 വർഷത്തോളം ആയിട്ടുണ്ട്. 100 വർഷത്തോളം ആയിട്ടുണ്ട്. എനിക്ക് വയസ്സ് 63 എത്ര നെല്ലിപ്പലക പണിതിട്ടുണ്ടാവും ഈ കാലഘട്ടത്തിനിടയിൽ? 1000 മേലെ വർക്ക് ചെയ്തിട്ടുണ്ട്. 1000 മേലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നെല്ലിമരം വെള്ളത്തിൽ കിണറ്റിനടിയിലാണല്ലോ അത് വെക്കുക. അപ്പോൾ ഇത് മരം വെള്ളത്തിനടിയിൽ ഇരുന്ന് കേടാവത്തില്ല? എത്ര വർഷം കഴിഞ്ഞാലും, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ മരത്തിന് കംപ്ലൈൻറ്റ് വരത്തില്ല. ഇപ്പം ഇത്രയും വണ്ണമുള്ള നെല്ലിമരമൊക്കെ എവിടെ നിന്ന് കിട്ടണേ? ഇത് പാലക്കാട് നിന്ന് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കും. കോട്ടയത്ത് നിന്ന്, പാലക്കാട് നിന്ന് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് വാങ്ങിക്കും. പറഞ്ഞ വില കൊടുത്ത് ആ സാധനം വാങ്ങിക്കും. നല്ല വെള്ളം കുടിക്കണമെങ്കിൽ നെല്ലിപ്പടി വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം കുടിക്കാൻ സാധിക്കും. ഇത് ഇന്നിപ്പോൾ ഓരോരുത്തർ റിങ്ങിട്ട് കണിക്കുന്നു, പൈപ്പ് കണക്ഷൻ എന്നുള്ള വെള്ളങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പഴയ കാലത്തല്ല, ഇന്നും ക്ഷേത്ര കിണറ്റിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, എല്ലാ ക്ഷേത്ര കിണറ്റിലും നെല്ലിപ്പടി വെച്ചിട്ടുണ്ടായിരിക്കും. വലിയ വലിയ മനകളിലും ഉണ്ടായിരിക്കും. ഇന്ന് പൈസ ലാഭം നോക്കിയിട്ടാണ് ഈ റിങ്ങൊക്കെ ഇറങ്ങുന്നത്. ഈ റിങ് ഇറക്കി കഴിഞ്ഞാൽ വെള്ളത്തിന് പാസേജ് ഉണ്ടാവില്ല. ഇത് നെല്ലിപ്പടി വെച്ച് കഴിഞ്ഞാൽ നിത്യം വെള്ളം പാസേജ് ഉണ്ടായിരിക്കും. വേലിയേറ്റം വേലിയിറക്കത്തിന് വെള്ളം പാസേജ് ഉണ്ടായിരിക്കും. അതാണ് വെള്ളം ദിവസം അനങ്ങും. അപ്പോൾ തന്നെ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് നന്നായിരിക്കും. പിന്നെ നമ്മളൊരു പുതിയ പൂജ ഉണ്ടാക്കുന്ന പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇപ്പോൾ ഓർഡർ തന്നാൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനുള്ള മരമുണ്ടോ? ഇപ്പോൾ എങ്ങനെയായാലും ഒരു 10-25 മരം സ്റ്റോക്ക് ഉണ്ട്. കയ്യിൽ മരം സ്റ്റോക്കുണ്ട്. ആ സീസൺ വരുമ്പോഴാണ് അതിന് മരത്തിന് ടൈറ്റ് വരിക. സീസൺ എന്ന് പറഞ്ഞാൽ? സീസൺ വെച്ച് കഴിഞ്ഞാൽ മഴയില്ലാത്ത കാലഘട്ടത്തിൽ കുംഭം, മീനം, മേടമാസത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വെള്ളം പറ്റുന്ന സമയമാണ്. കിണറ്റിൽ വെള്ളം പറ്റണമല്ലോ അല്ലേ? പറ്റുന്ന സമയത്താണ് ഇത് വയ്ക്കുക. നമുക്ക് സ്ഥിരം പണിക്കാരുണ്ട്. പണിക്കാരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കും. അവർക്ക് പ്രാക്ടിക്കലായി. അതുകൊണ്ടിപ്പോൾ നമ്മൾ ഇറങ്ങണ്ട, നമ്മളവിടെ സാധനം എത്തിച്ചു കൊടുത്താൽ മതി. പണിക്കാരും എത്തിച്ചു കൊടുത്താൽ മതി. ചിലവർക്ക് പണിക്കാരെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വരും. ചിലവർക്ക് അവരെ അവിടെയുള്ള പണിക്കാരെ കൊണ്ട് തന്നെ ചെയ്യും. അച്ഛൻ കിണറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയിട്ടുണ്ട്. അനേകം കിണറ്റിലിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രായം കൂടിയ കാരണം കൊണ്ട് നമ്മൾ കിണറ്റിലിറങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ പണിക്കാരെ കൊണ്ട് ചെയ്യും. ഞാനിപ്പോൾ ഒരു വീഡിയോ രൂപത്തിൽ ചെയ്തോളൂ. ഇതെൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ ആണ്. ഇതാണ് നെല്ലിപ്പലക. ഇത് കിണറ്റിൻ്റെ അടിത്തട്ടിൽ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാരണന്മാർ കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ്. ഇത് അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശന്മാരുടെ കാലങ്ങൾ
മുതൽ തറവാട്ടിൽ നെല്ലിപ്പലക പണിയുന്നുണ്ട്. വർഷത്തിൽ അനവധി പേര് ഇപ്പോൾ നെല്ലിപ്പലയ്ക്ക് ഓർഡർ നൽകുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് നെല്ലിപ്പലയുടെ ആവശ്യക്കാർക്ക് ഏറെയാണ്. ഇത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെല്ലിപ്പലയ്ക്കും അച്ഛനൊപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ആചാരി. നന്ദി, നമസ്കാരം.